അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കൊല്ലക്കടവിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം നബിദിന റാലികളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ അവർ പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ബൈത്തുകളും മതഗാനങ്ങളും ഒക്കെ ചൊല്ലിക്കൊണ്ട് ആ റാലിയിൽ പങ്കെടുക്കാറുണ്ട്. അത്തരത്തിൽ ആലപ്പുഴയിൽ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു സമാധാനപരമായ ഒരു റാലി, അതിൽ പങ്കെടുത്തിരുന്നത് കൂടുതലും കൊച്ചുകുട്ടികളായിരുന്നു. പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മതഗാനങ്ങളുമൊക്കെ പാടി വളരെയധികം സന്തോഷത്തോടെ നീങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു കുരുന്നുകൾക്കിടയിലേക്ക് മദ്യപിച്ച് ലക്കുകെട്ട ഒരു സംഘം അതിവേഗത്തിൽ ഒരു കാർ ഓടിച്ച് കയറ്റുകയാണ്. 3 കുട്ടികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴ ചെങ്ങന്നൂർ കൊല്ലക്കടവിൽ നബിദിന റാലിക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി 3 കുട്ടികൾക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം അവിടെ വഴിമാറിപ്പോയത്. ആ വാഹനം ആ കുട്ടികളുടെ മേൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എന്തോ വലിയ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി മാറിയത്. ഈ സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശികളായ അനുദേവ്, അനുരാജ്, അബിൻ എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവന്മാരെല്ലാവരും മദ്യലഹരിയിലായിരുന്നു. ആ സമയം ആ റാലി നടന്നു പോകുന്ന സമയത്ത് ആ വാഹനത്തിൽ പബ്ലിക്കായിരുന്നു കൊണ്ട് മദ്യപിച്ചു എന്നും ആ നാട്ടുകാരെ ചീത്ത വിളിച്ചുവെന്നും ദൃക്സാക്ഷികളായ ഒരു നാട്ടുകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കൊല്ലക്കട ജംഗ്ഷൻ അടുക്കാറാകുന്നതിന് മുമ്പായിട്ട് ഒരു ഹുണ്ടായി കാറ് വരികയും അത് ഞങ്ങളുടെ നിന്ന് വളണ്ടിയന്മാർ പിള്ളേർ അത് ഒതുക്കി നിർത്തിയിട്ട് കയറ്റിവിടാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവർ നമ്മളെ തെറി വിളിച്ചുകൊണ്ട് ആ വണ്ടി മുന്നോട്ടെടുക്കുകയും ദഫ് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുട്ടികളെ തട്ടി കുഞ്ഞുങ്ങൾ താഴെ വീഴുകയും ഏതോ ഭാഗ്യവശാൽ കുഞ്ഞുങ്ങൾ ആ വണ്ടിയുടെ അടിയിൽ പെടാതെ രക്ഷപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. ആ വാഹനത്തിൻ്റെ അകത്തിരുന്നവർ മുഴുവൻ മദ്യമായിരുന്നു. കുപ്പിയെടുത്ത് പരസ്യമായിട്ട് മദ്യപിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇടിച്ചു കയറ്റിയാണ് ആ വാഹനം പോയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ ദിവസവും പലതരം റാലികളും പ്രകടനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളുടേതാകാം, മതസംഘടനകളുടേതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാംസ്കാരിക കൂട്ടായ്മകളുടേതാകാം. രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ വലിയ പ്രകടനങ്ങൾ നടക്കുമ്പോൾ മണിക്കൂറുകളോളമാണ് നമ്മുടെ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുന്നത്. വലിയ ബ്ലോക്കുകളിൽ ആളുകൾ ക്ഷമയോടുകൂടി കാത്തുകിടക്കാറുണ്ട്. ആർക്കും വലിയ പരാതികളൊന്നും പരിഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന, അതും കൊച്ചുകുട്ടികൾ പങ്കെടുക്കുന്ന ഒരു നബിദിന റാലി, വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന, റോഡിൻ്റെ ഒരു വശത്തുകൂടി മാത്രം പോകുന്ന ആ റാലിക്ക് വേണ്ടി അല്പനേരം വാഹനം നിർത്തിയിടാൻ അല്ലെങ്കിൽ ഗതാഗതം നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇതുപോലെയുള്ളവന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, മദ്യപിച്ച് മുന്നിൽ പോകുന്നത് ഒരു കൂട്ടം പിഞ്ചു കുട്ടികളാണെന്ന് കണ്ടിട്ടും ആൾക്കൂട്ടമാണെന്ന് കണ്ടിട്ടും വണ്ടി നിർത്താതെ അവരുടെ ഇടയിലേക്ക് വണ്ടി പാഞ്ഞു കയറ്റുക എന്ന ആ മാനസികാവസ്ഥയുണ്ടല്ലോ, അത് വളരെയധികം അപകടകരമാണ്. ഇതിനെ ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസായി മാത്രം ഒരിക്കലും കാണാൻ കഴിയില്ല. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന് പോലീസ് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. ആർക്കെങ്കിലും എതിരെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനോ അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ നേരെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നവനെ ഒരു മാനസിക രോഗിയാക്കി മാറ്റുന്നൊരു പ്രവണത. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കുറ്റകൃത്യം നടക്കുന്നു, പ്രതി പിടിക്കപ്പെടുന്നു, പെട്ടെന്നവനെ ഒരു മനോരോഗിയാക്കി കേസിൻ്റെ ആ ഗൗരവം കുറയ്ക്കുന്നു. എന്തിനാണ് ഈ നാടകമൊക്കെ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമുണ്ടാകുന്ന ഇത്തരം പ്രവണതകൾ അത് മാനസിക രോഗമല്ല എന്ന് ബുദ്ധിയുള്ളവന് ചിന്തിച്ചാൽ മനസ്സിലാകും. കൊല്ലക്കടവിലെ ഈ സംഭവത്തിലും നാളെ ഈ പറഞ്ഞ പ്രതികൾക്ക് മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായി ഇനി ആരെങ്കിലും വരുമോ എന്ന് നാം കണ്ടറിയേണ്ടതുണ്ട്. ഒരു കുറ്റവാളി അവൻ ഏത് മരത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി, അവൻ കുറ്റവാളി തന്നെയാണ്. അവനെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രതിനിധിയായി കാണേണ്ടതില്ല. പക്ഷേ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരം മാനസിക രോഗ കാർഡുകൾ ഇറക്കുന്നത് യഥാർത്ഥത്തിൽ ആ സമുദായത്തിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കുറ്റം ചെയ്തവർക്ക് അറിയിക്കുന്ന ശിക്ഷ കിട്ടുക തന്നെ വേണം. അതിൽ വെള്ളം ചേർക്കാൻ ഒരു കാരണവശാലും പാടില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് പല മതങ്ങളും പല വിശ്വാസങ്ങളും എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടി ഒത്തിണങ്ങി കഴിയുന്നൊരു നാടാണ്. ഇവിടെ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കും പള്ളികളിലെ പെരുന്നാളുകൾക്കും ചർച്ചുകളിലെ തിരുനാളുകൾക്കും നമ്മളെല്ലാവരും ഒന്നിച്ചാണ് സാഹോദര്യത്തോടുകൂടി പങ്കുചേരാറുള്ളത്. ആ ഒരു മതസൗഹാർദ്ദം, ആ ഒരു സൗന്ദര്യം നശിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവമോ അല്ലാതെയോ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും അത് തിരിച്ചറിയേണ്ടതുണ്ട്. ആ നബിദിന റാലിയിൽ പങ്കെടുത്ത ആ കുട്ടികളെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ആ കുരുന്നുകളുടെ മനസ്സിൽ ഈ സംഭവം ഉണ്ടാക്കിയ ആഘാതം എത്ര വലുതായിരിക്കും. ഈ സംഭവത്തിൽ അധികാരികൾ വളരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതിലുപരി ഒരു സംഘം ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ
വാഹനം ഓടിച്ചതിന് വധശ്രമത്തിന് തന്നെ കേസെടുക്കേണ്ടതുണ്ട്. പ്രതികൾക്ക് യാതൊരു വിധത്തിലുമുള്ള പഴുതുകളും നൽകരുത്. ആർക്കും മാനസിക രോഗ സർട്ടിഫിക്കറ്റ് നൽകി അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നിയമം അത് ശക്തമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. ആ കുട്ടികൾക്കുണ്ടായ പരിക്കുകൾ എത്രയും വേഗം ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടൊപ്പം ഒരു നബിദിന റാലിയിൽ കണ്ട മറ്റൊരു മനോഹരമായ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി പറഞ്ഞു വയ്ക്കാം. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടൊരു സ്ത്രീ വളരെ രൂക്ഷമായ ഭാഷയിൽ നബിദിന റാലികളെയും അതോടൊപ്പം നബിദിന ആഘോഷങ്ങളെയും ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ആ സ്ത്രീക്ക് മറുപടി എന്നോണം ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ നബിദിന റാലിയൊക്കെ എന്തിനാണ്? ഇതൊക്കെ വെറും ഷോ അല്ലേ? റോഡ് ബ്ലോക്കാക്കി പാട്ടും പാടി നടക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഇതൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന വെറും പ്രകടനങ്ങൾ മാത്രമല്ലേ എന്നുള്ളതായിരുന്നു ആ സ്ത്രീയുടെ ചോദ്യം. നബിദിനം എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആഘോഷം മാത്രമല്ല, അത് ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കടന്നു വന്ന പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ്. ആ ദിവസത്തിൽ പ്രവാചകന്റെ പാഠങ്ങൾ ഓർത്തെടുക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും മധുരം വിതരണം ചെയ്യാനും ഒക്കെയാണ് വിശ്വാസികളൊക്കെ ശ്രമിക്കുന്നത്. അതിനെയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ കേവലം ഒരു ഷോയായ ചിലർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മറുപടി പറയാൻ തന്നാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. പക്ഷേ വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് പ്രവൃത്തിയിലൂടെയുള്ള മറുപടി. ആ സ്ത്രീക്കും അതുപോലെ നബിദിന ആഘോഷങ്ങളെ വിമർശിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഏറ്റവും മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു മറുപടി ഇപ്പോൾ നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നബിദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കയ്യിൽ കൊടികളും പിടിച്ച് മൈക്കിലൂടെ ദഫ്മുട്ടിൻ്റെ താളത്തിനൊത്ത് മദ്രസ കുട്ടികൾ പാട്ടുപാടി വരുന്ന ഒരു കാഴ്ചയാണല്ലോ. തലശ്ശേരിയിലും അങ്ങനെ ഒരു നബിദിന റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ഒരുപാട് കുട്ടികൾ വളരെ ആവേശത്തോടെ റാലിയിൽ പങ്കെടുത്തു. നബിദിന റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ പിടിച്ച ആ കൊടികൾക്കൊപ്പം മറ്റു ചില പ്ലക്കാർഡുകളും ആ കുട്ടികൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ആ കുട്ടികൾ പിടിച്ച പ്ലക്കാർഡുകളിൽ എഴുതിയിരുന്നത് എന്താണെന്നറിയാമോ? ഷിനോജേട്ടന് ഒരു കൈത്താങ്ങ്, നമ്മുടെ സ്വന്തം ഷിനോജിനെ നമ്മൾ സംരക്ഷിക്കുമെന്നൊക്കെയുള്ള വരികളായിരുന്നു. ആരാണ് ഈ ഷിനോജ്? ഈ കുട്ടികളുടെ ഉസ്താദാണോ? അല്ല. ഈ കുട്ടികളുടെ മഹല്ല് കമ്മിറ്റിയിൽ അംഗമാണോ? അല്ല. ഷിനോജ് ഒരു ഹൈന്ദവ സഹോദരനാണ്. ഗുരുതരമായ അസുഖം ബാധിച്ച് ചികിത്സയ്ക്ക് വലിയൊരു തുക ആവശ്യമായി വന്ന് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന തങ്ങളുടെ നാട്ടുകാരനായ അയൽക്കാരനായ ഒരു ഹൈന്ദവ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി പണം കണ്ടെത്താനാണ് ആ ഫണ്ട് ശേഖരണത്തെക്കുറിച്ച് നാട്ടുകാരെ ഓർമ്മിപ്പിക്കാനും അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ തങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷ ദിവസമായ നബിദിനത്തിൽ ആ പ്ലക്കാർഡുകളിൽ അവർ ഉയർത്തിപ്പിടിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാളല്ല ഷിനോജ്. വേണമെങ്കിൽ ആ മഹല്ല് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഇത് കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. നമ്മുടെ ആഘോഷമല്ലേ, അതിനിടയിൽ എന്തിനാ വേറെ കാര്യങ്ങളെന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവർ അങ്ങനെ ചിന്തിച്ചില്ല. ഒരു മനുഷ്യൻ്റെ ജീവനാണ് മറ്റെന്തിനേക്കാളും വലുത് എന്നവർ തിരിച്ചറിഞ്ഞു. ഇതാണ് യഥാർത്ഥ ദ റിയൽ കേരള സ്റ്റോറി. ഈ നബിദിന റാലി വെറും ഷോയാണെന്ന് പറഞ്ഞ ആ സ്ത്രീയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഈ കുട്ടികൾ കാഴ്ചവെച്ച ഈ ഷോ ഇല്ലേ, ഇത് വളരെ മനോഹരമായ ഒരു ഷോ തന്നെയാണ്. സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം തന്നെയാണ് ഈ റാലി. ഇങ്ങനെ ചില ഷോകൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. കാരണം മനുഷ്യനിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ആളുകൾ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കാഴ്ചകളാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്.